ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതവിടെ ഒരു പോസ്റ്റ് കാണിച്ചു തരുന്നുണ്ട്. കണ്ടോ, ഈ ഒരു പോസ്റ്റ് നിങ്ങൾ കണ്ടാൽ തന്നെ കുറച്ച് പേർക്ക് മനസ്സിലാവും. മനസ്സിലാവാത്തവർക്ക് തീർച്ചയായിട്ടും പറഞ്ഞുതരാം. ബിഗിനറായിട്ട് വരുന്നവർക്ക് ഒരുപാട് ആശങ്കയാണ്. ഞാൻ ഇതിൽ വിജയിക്കുമോ, അങ്ങനെ ഒട്ടനവധി ആശങ്കയാണ്. അതുപോലെ ചാനൽ തുടങ്ങണം എന്ന ആഗ്രഹം കൊണ്ട് ചാനൽ തുടങ്ങത്തില്ല, ഞാൻ നാളെ തുടങ്ങാം, അല്ലെങ്കിൽ ഞാൻ 2025 തുടങ്ങാം. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ മനസ്സിലുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ചാനൽ തുടങ്ങത്തില്ല, ഇങ്ങനെ നാളെ 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 പറഞ്ഞ് ഇങ്ങനെ നീളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ബിഗിനറായിട്ട് വരുന്നവർ വീഡിയോസ് ഇടും, എന്നിട്ട് ഓട്ടക്കാലത്തിൽ വെള്ളം ഒഴിക്കണ പോലെ ഇതിങ്ങനെ ചോർന്നു പോകണം, എനിക്ക് ഒന്നും കിട്ടുന്നില്ല, വ്യൂസേ വരുന്നില്ല, അങ്ങനെ ഒട്ടനവധി അങ്ങനെയുള്ള ഡീമോട്ടിവേഷൻ ആയിട്ട് ഇരിക്കുന്ന ഒരുപാട് അവസ്ഥകൾ നമ്മുടെ ഷെയർ ചെയ്യാറുണ്ട്. നമ്മുടെ ഫാമിലി വാട്സപ്പിൽ വന്ന് ഷെയർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫോട്ടോ അത്തരക്കാർക്ക് വേണ്ടി, അതായത് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുന്നില്ല. അതുപോലെ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള ആ ഒരു ആശങ്ക, ഉൾഭയം, അതെല്ലാം ഇങ്ങനെ പിടിച്ച് വലിക്കുകയാണ്. തുടങ്ങുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു മോട്ടിവേഷനും കിട്ടുന്നില്ല. ജീവിതത്തിൽ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ എനിക്ക് ഇതിൽ വിജയിക്കണം. നമ്മളെല്ലാവരും ഓരോ ആഗ്രഹത്തിന്റെ പുറത്താണ് ജീവിതത്തിൽ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. ചിലവർക്ക് വീട് വെക്കണം, ചിലപ്പോൾ വാടകയ്ക്കായിരിക്കും ഇരിക്കുക, അല്ലെങ്കിൽ എന്താ പറയാ, ആ ആഗ്രഹം മനുഷ്യന്മാരുള്ളിടത്തോളം കാലം ആഗ്രഹം നിലനിർത്തിക്കൊണ്ടേ ഇങ്ങനെ മുന്നോട്ട് ആഗ്രഹം വന്നുകൊണ്ടേയിരിക്കും. എന്തൊരു കാര്യം നേടുമ്പോഴും ആഗ്രഹം പിന്നെയും കൂടുക തന്നെ ചെയ്യുക. പക്ഷെ ആ ആഗ്രഹം സഫലീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് വേണം, അതിന് പറ്റിയിട്ടുള്ള ആ ചുറ്റുപാട് ഉണ്ടാകണം. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് നമ്മൾ യൂട്യൂബിലോട്ട് വരുന്നത്, അല്ലെങ്കിൽ എന്തൊരു തൊഴിൽ മേഖലയിലാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണത് 10 രൂപ ഉണ്ടാക്കാൻ തന്നെയാണ്. കാശ് കിട്ടിയാലേ നമ്മുടെ കുടുംബത്തിലുള്ള ജീവിത നിലവാരം, നമ്മുടെ മക്കൾ, നമ്മുടെ ഫാമിലി എല്ലാം ഡിപ്പെൻഡ് ചെയ്ത് നമ്മളെ ആശ്രയിച്ചിട്ടായിരിക്കും. അപ്പൊ നമുക്ക് എന്താണ്, ഒരു 10 രൂപ ഏണിങ്സ് കിട്ടണം. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു മോട്ടിവേഷൻ ഉള്ള ഒരാളായിരിക്കണം. ജീവിതത്തിൽ നമ്മൾ എവിടെ പ്രവർത്തിക്കുകയാണെങ്കിലും ഒരു മോട്ടിവേഷൻ. ഞാൻ ഇതിലൂടെ ഒരു കാര്യം കൂടി പറയും, ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കർ അല്ല, പക്ഷെ ജീവിത അനുഭവം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കിയത് ഈ ഒരു മോട്ടിവേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ്. എനിക്ക് എന്തെങ്കിലും നേടണം, എനിക്ക് എന്തെങ്കിലും കഴിയണം, എന്നെ കൊണ്ട് സാധിക്കും, ഇങ്ങനെയുള്ള ചിന്താഗതി കൊണ്ട് തന്നെയാണ് ഞാൻ ഒരു നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മോട്ടിവേഷൻ തന്നെയാണ്. എനിക്ക് എൻ്റെ കുടുംബത്തെ നോക്കണം, എൻ്റെതായിട്ടുള്ള സാഹചര്യം, എനിക്ക് എന്തായാലും ആ ഒരു വ്യക്തിപരമായിട്ടുള്ള എൻ്റെതായിട്ടുള്ള കാര്യം എനിക്ക് തീർച്ചയായിട്ടും നേടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ ഓരോ ഭാഗത്ത് എത്തിയിരിക്കുന്നതും, അതുപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നതും. ഇതിലൂടെ ഒരുപാട് സുഹൃത്തുക്കൾക്ക്, ഒരുപാട് ഫാമിലി മെമ്പേഴ്സിന് അവർക്കൊരു അത്താണിയാവാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വിജയിച്ചിട്ടുള്ള ഒരാളായി എന്ന് കരുതലോടുകൂടി തന്നെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇത്തരത്തിൽ വീഡിയോസ് ഇടുന്നതും, അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കുന്നതും. ഓരോരുത്തർക്കും ഏണിങ്സ് കിട്ടി, അവരുടെ ജീവിതത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്, ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്, അവർക്ക് അതിൻ്റെതായിട്ടുള്ള പേയ്മെന്റ് മന്ത്ലി കിട്ടുന്നുണ്ട്. ഇങ്ങനെയെല്ലാം കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷം എനിക്ക് തോന്നാറുണ്ട്. ഞാനപ്പോൾ ഈ ഫോട്ടോ കാണിക്കാനുള്ള ഉദ്ദേശം, ബിഗിനറായിട്ട് വരുന്നവർ, അതുപോലെ ചാനൽ തുടങ്ങണമെന്ന ആഗ്രഹത്തോടു കൂടി നടക്കുന്നുണ്ട്, ചാനൽ തുടങ്ങാത്തവർ, അവരോട് പറയാണ്, ഈ ഒരു ഇത് കണ്ടോ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ആൾവേസ് ദ ഹാർഡസ്റ്റ്. അതായത് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും നമുക്ക് പ്രയാസമുള്ളതായിരിക്കും, നല്ലൊരു പ്രയാസമുള്ള സ്റ്റെപ്പാണ്. ആ ഒരു സ്റ്റെപ്പ് കണ്ടോ, ഏറ്റവും വലുപ്പമാണ്, അതിൽ കയറാൻ വേണ്ടി പ്രയാസപ്പെടുന്നത് കണ്ടോ. ഇതിന്റെ ഉദാഹരണം എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടണം. നിങ്ങൾ നിരന്തരം കണ്ടന്റ് കൊണ്ടുവന്ന് കൊടുക്കണം, നല്ല നല്ല ക്വാളിറ്റിയുള്ള കണ്ടന്റ് കൊടുക്കണം. നിങ്ങൾ എപ്പോഴും ആക്റ്റീവായിട്ട്, നിങ്ങളുടെ പ്രസരിപ്പുള്ള മുഖം കാണാനാണ് നമ്മുടെ ഓഡിയൻസിന് ഇഷ്ടം. നിങ്ങൾ ചടച്ചുകൂടി മടിയന്മാരായി ഇരിക്കുന്ന, നിങ്ങളുടേതായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയും ഇല്ല, നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ കഴിയുന്നില്ല, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ജനങ്ങളോ നമ്മുടെ ആരും ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ എപ്പോഴും നല്ല മോട്ടിവേഷൻ ആയിട്ടുള്ള, നല്ല ഒരു രീതിയിൽ നല്ല നല്ല കണ്ടന്റ്, അത് കേൾക്കുന്ന ഒരാൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള നല്ല നല്ല കണ്ടന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ജനങ്ങൾ ഇഷ്ടപ്പെടും, നിങ്ങളുടെ ഓഡിയൻസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എപ്പോഴും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യം, നമ്മൾ എപ്പോഴും മോട്ടിവേഷൻ ത്രസിപ്പിക്കുന്ന പോലെ, മോട്ടിവേഷനുള്ള ഒരു നല്ലൊരു വ്യക്തിത്വം പോലെ നമ്മൾ തീർച്ചയായിട്ടും കണ്ടന്റ് ഇടണം. നമ്മുടെ ഓഡിയൻസിന് അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു ഉപകാരം കിട്ടണം. നമ്മളെ മോട്ടിവേഷനായി കണ്ട് ഇരുന്നാൽ തന്നെ നമ്മുടെ ഓഡിയൻസിനും ഒരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. ഞാൻ ഈ സ്റ്റെപ്പിന്റെ ഈ ഫോട്ടോ ഒക്കെ കാണിച്ചു തരാനുള്ള കാരണം എന്താണ്, നമ്മുടെ ഓഡിയൻസിന്റെ മനസ്സിൽ ഒരു ചിന്താഗതി ഉണ്ടാകണം. ഫസ്റ്റത്തെ സ്റ്റെപ്പേ നമുക്ക് കട്ടുള്ളൂ, പിന്നീട് അങ്ങോട്ട് പോകാൻ തീർച്ചയായിട്ടും നമുക്ക് ഓഡിയൻസ് വരും. നമ്മുടെ കഷ്ടപ്പാടിന്റെ ഫലം നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കിട്ടും. നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് നമുക്ക് തീർച്ചയായിട്ടും വരും. തീർച്ചയായിട്ടും നമ്മൾ ഇതിൽ പ്രവർത്തിക്കുന്നതിലൂടെ എന്നല്ലെങ്കിൽ നാളെ അതിന്റെ ഫലം ഞാൻ കണ്ടിരിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം നമ്മളിൽ ഉണ്ടാവണം. എന്നിരുന്നാലേ നമ്മൾ പ്രവർത്തിക്കുകയുള്ളൂ. പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം കിട്ടണത് ഏതിലൂടെയാണ്? മോട്ടിവേഷനിലൂടെയാണ്. നാം സ്വയം മോട്ടിവേഷനായിട്ടിരിക്കണം. എന്താ വെച്ചാൽ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയില്ല. അവർ പറയും, നീ ഇത് തുടങ്ങണ്ട, നിന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, നീ വെറുതെയാണ് ഇതിലൊക്കെ നിൽക്കുന്നത്. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ യൂട്യൂബിൽ നിന്നല്ല, സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുക മാത്രമല്ല, നിങ്ങൾ ഏതൊരു പ്രവൃത്തിയിലാണെങ്കിലും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഇഷ്ടം ഉണ്ടാവും, എനിക്കിത്
ചെയ്താൽ കുഴപ്പമില്ല, എന്നെ കൊണ്ട് ഇത് വിജയിപ്പിക്കാൻ കഴിയും, ഇങ്ങനെ ഒരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. പക്ഷെ നിങ്ങൾ അതിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ 4 ആളുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ 4 പേര് 4 രീതിയിലാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ചില ഒരു ഫ്രണ്ട്സ് പറയും അത് തുടങ്ങണ്ട, നിന്നെ കൊണ്ടൊന്നും ആവില്ല, കാശ് പൂണ്ട ഇഷ്ട എന്ന് പറയും. ചിലവർ പറയും നീ തുടങ്ങിക്കോ, നിന്റെ കൂടെ ഞാനുണ്ട്, അങ്ങനെ പറയുന്നവരുണ്ട്. ചിലവർ പറയും നീ ഇതിന് നിൽക്കുക വേണ്ട, നിന്റെ ആ മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ശേഷം നീ ഇത് ചെയ്താൽ മതി, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പറയും. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മോട്ടിവേഷൻ ആയിരിക്കും, ചില കാര്യങ്ങൾ ഇത് ചെയ്താൽ ഞാൻ പെടുവോ, കാരണം കയ്യിലുള്ള കാശെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ചില സംരംഭം ചെയ്യുന്നത്, ചിലപ്പോൾ അതിലോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഉൾഭയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളെ കൊണ്ട് സാധിക്കും, ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്, നിങ്ങളെ കൊണ്ട് സാധിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 10 റുപ്യൻ്റെ ചിലവില്ല നിങ്ങൾക്ക് വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ചിലപ്പോൾ ചിലവുള്ള കാര്യങ്ങളും ഉണ്ട് കേട്ടോ, ചിലപ്പോൾ കുക്കിംഗ് ചാനലുകൾ, അങ്ങനെ ഒരുപാട് ഈ ഗാഡ്ജറ്റ്സിനെ കുറിച്ച് പറയുന്ന അതെല്ലാം വാങ്ങിയിട്ട് വേണം അത് നമുക്ക് ഗാഡ്ജറ്റ്സ് ഒക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കുക്കിംഗ് ആണെങ്കിൽ മേക്കിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധനങ്ങൾ വാങ്ങണം, അതൊക്കെ ചിലവുണ്ട്. അതുപോലെ കേക്ക് നിർമ്മാണം, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചിലവുള്ളതും ഉണ്ട്. പക്ഷേ യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറയുന്നത് ഒരു ചിലവുമില്ല. ഇമെയിൽ ഐ ഡി പാസ്വേഡ് വെച്ച് ചാനൽ തുടങ്ങാം. അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതെല്ലാം നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. ഇതിലെല്ലാം നിങ്ങൾക്ക് ഒരു ഓഡിയൻസ് ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിത് നിങ്ങളോട് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് 2025 വരാൻ പോകുന്നു. ആ ഒരു വരുന്നതിൻ്റെ ടൈമിലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോമിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുക. നല്ലൊരു ഏണിങ്സ് കിട്ടുന്ന നിങ്ങളുടെ ഒരു ബിസിനസ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ നിങ്ങളുടെ ഓഡിയൻസിനെ ധരിപ്പിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുക, ആക്റ്റീവായിട്ടിരിക്കുക, നല്ല രീതിയിൽ തന്നെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുക. നല്ല നല്ല കണ്ടന്റ് നല്ല ക്വാളിറ്റിയിൽ എഡിറ്റ് ചെയ്യുമ്പോൾ 2-3 ട്രിപ്പ് നോക്കുക, അതിൽ വേണ്ടാത്ത പോർഷനൊക്കെ കളയുക. എത്ര മിനിറ്റ് ദൈർഘ്യം എന്നുള്ള ആ ഒരു കണക്കുണ്ടല്ലോ, 8 മിനിറ്റിൽ കൂടുതലുള്ളതിനാണ് എനിക്ക് മിഡൽ ആർട്സ് കിട്ടുള്ളൂ എന്ന് വിചാരിച്ച് വാരി വലിച്ച് പറയാതിരിക്കുക. കണ്ടന്റ് ആ സ്പഷ്ടമായിട്ടുള്ള കണ്ടന്റ് നമ്മുടെ ഫാമിലിക്ക് കൊടുക്കാൻ നോക്കുക. യൂട്യൂബിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം ഓഡിയൻസ് റിട്ടൻഷനാണ്. നിങ്ങളുടെ വീഡിയോയിൽ എത്രത്തോളം എൻഗേജ്മെന്റ് ആവുന്നു എന്നുള്ളത് അവിടെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതനുസരിച്ചിട്ടാണ് വീഡിയോ വൈറലാകുക. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട മെയിൻ ഘടകമാണ് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. തമ്പനിയിൽ ടൈറ്റിൽ SEO അനുസരിച്ചുള്ള ടൈറ്റിൽ കീവേഡുകൾ കൊടുക്കുക. നല്ല തമ്പനിയിൽ തന്നെ ആയിരിക്കണം. വോയിസ് ക്വാളിറ്റി നന്നായിരിക്കണം. ഒരു മൈക്ക് ഉപയോഗിക്കാം. മൈക്ക് ഞാനിവിടെ ടാഗ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ പ്രൊഡക്റ്റ് നല്ലൊരു മൈക്കാണ്, മൊബൈലിൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മൈക്കാണ്. ഓക്കെ, ഇതിൻ്റെ പ്രൊഡക്റ്റ് വേണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിൽ നിങ്ങളിപ്പോൾ കേൾക്കുന്നത് ഈ മൈക്കിൽ നിന്നുള്ള വോയിസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ നല്ല വോയിസ് ക്വാളിറ്റി, നല്ല വീഡിയോ ക്വാളിറ്റിക്ക് മൊബൈൽ ഉപയോഗിച്ചാൽ മതി. മൊബൈൽ തന്നെ ഉപയോഗിച്ചാൽ മതി, അല്ലാണ്ട് നിങ്ങൾക്ക് DSLR അങ്ങനെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ചാനൽ ആക്റ്റീവ് ആക്കാൻ നോക്കുക. നന്നായിട്ട് കൺസിസ്റ്റൻസി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കണം. എന്നിരുന്നാലേ വിജയിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു കണ്ടന്റ് പറയാൻ കാരണം മടിച്ചിരിക്കുന്ന, ചടച്ചിരിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇടാൻ നോക്കുക, ആക്റ്റീവ് ആവുക, ചാനൽ കൊണ്ട് മുന്നോട്ട് പോകുക. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയും മെസ്സേജ് അയക്കുക. വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചോളൂ, വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.